ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ്. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഫുഡൊക്കെ കഴിക്കാനും പച്ചക്കറിയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികളുണ്ടാകുമല്ലോ. അവർക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ബീട്രൂട്ട് പൂരിക്ക് വേണ്ടി ഞാൻ കുറച്ച് പോർഷൻ ബീട്രൂട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്ത ശേഷം കുറച്ച് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും വെച്ച് നമ്മൾ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് റവയാണ്. റവ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീട്രൂട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ റവ ചേർത്തേക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ ഈ പേസ്റ്റ് നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ചപ്പാത്തി പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഒരുപാടങ്ങ് നേരം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം മാവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂരി പ്രസ് ഉപയോഗിക്കാം. ഞാൻ ഇതുപോലെ ചപ്പാത്തി പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കൂടുതൽ എളുപ്പത്തിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ വലുതായിട്ട് പരത്തി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല റെഡ് കളറിൽ പൂരി ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. പല കളറിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾ ഇത് കഴിക്കും. ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ദോശ ആണെങ്കിലും ഒക്കെ ഈ രീതി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സൺഫ്ലവർ ഓയിലിലാണ് ഞാനിവിടെ പൂരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പൂരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് പൊന്തി വരുമ്പോഴത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ബീട്രൂട്ട് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ആ രീതിയിലാണ്, എത്ര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.